തമിഴ്നാട്ടിൽ വിജയ് മന്ത്രിസഭയുടെ ഭാഗമായി മുസ്ലിം ലീഗും VCKയും ലീഗ് മന്ത്രിയായി AM ഷാജഹാനും VCK മന്ത്രിയായി വണ്ണി അരശും സത്യപ്രതിജ്ഞ ചെയ്തു. വണ്ണി അരശ് മന്ത്രിയായതോടെ വിജയ് മന്ത്രിസഭയിൽ ദലിത് വിഭാഗത്തിൽ നിന്നുള്ളവരുടെ എണ്ണം 8ആയി. ലീഗിന്റെയും VCKയുടെയും നടപടിയെ വിമർശിച്ച DMK നേതാക്കൾ രംഗത്ത് വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും സ്വതന്ത്രമായി നിലപാടെടുക്കാൻ അധികാരമുണ്ടെന്നായിരുന്നു MK സ്റ്റാലിന്റെ പ്രതികരണം. കഴിഞ്ഞ 8 വർഷമായി DMK നയിച്ച പുരോഗമന ജനാധിപത്യ സഖ്യം പൊളിച്ചാണ് TVK അധ്യക്ഷൻ വിജയ് നേതൃത്വം നൽകുന്ന സഖ്യ സർക്കാരിന്റെ ഭരണം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കോൺഗ്രസ് മുന്നണി വിട്ടെങ്കിൽ ഇപ്പോൾ ലീഗും VCKയും സർക്കാരിന്റെ ഭാഗമായി. ലീഗ് മന്ത്രിയായി പാപനാശം MLA AA ഷാജഹാൻ സത്യപ്രതിജ്ഞ ചെയ്തു. തിണ്ടിവനം MLA വണ്ണി അരശാണ് VCK പ്രതിനിധി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലി നൽകി. முகமது யாசின் ஷாஜஹான் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியலமைப்பின்பால் நேர்மையானதை செய்வேன் என்றும் இறையின் மீது ஆணையிட்டு உறுதிமொழிகிறேன். வன்னி அரசு என்னும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியலமைப்பின்பால் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதாக செய்வேன் என்றும் உளமாற உறுதியேற்கிறேன். VCKയും ലീഗും മന്ത്രിസഭയിൽ ചേർന്നതോടെ വിജയ് സർക്കാരിൽ 35 മന്ത്രിമാരായി. സാമൂഹിക നീതി വകുപ്പാണ് വണ്ണി അരശിന്. ഷാജഹാന് ന്യൂനപക്ഷക്ഷേമവും. ഇന്നലെയും ഇന്നും നാളെയും DMK സഖ്യം വിടാനില്ലെന്നായിരുന്നു ലീഗിന്റെ നിലപാട്. സർക്കാരിനെ പുറമേ നിന്ന് പിന്തുണയ്ക്കുമ്പോഴും സ്റ്റാലിനൊപ്പം തുടരുമെന്ന സൂചനയാണ് VCK അധ്യക്ഷൻ തിരുമാവളവനും നൽകിയിരുന്നത്. എന്നാൽ രണ്ട് കക്ഷികളെയും വിശ്വാസത്തിലെടുക്കാൻ TVKയ്ക്കായി. സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരിൽ CPIMും CPIയും മാത്രമാണ് ഇപ്പോൾ മന്ത്രിസഭ ചേരാത്തത്. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്കടക്കം DMKയുമായി യോജിക്കാവുന്ന എല്ലാ മേഖലകളിലും ഒപ്പമുണ്ടാകുമെന്നാണ് ഇടത് പാർട്ടികളുടെ നിലപാട്. VCKയും ലീഗും സർക്കാരിൽ ചേർന്നതിനെ വിമർശിച്ച DMK രംഗത്ത് വന്നു. അയൽവക്കത്തേക്ക് ചാഞ്ഞ തെങ്ങെന്നായിരുന്നു A രാജയുടെ പരിഹാസം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.